എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈറലായിട്ടുള്ള ന്യൂട്ടല്ല കുക്കി പെയിൻ്റെ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി പോവും, അത്രയും ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കിയാലോ എങ്ങനെയാണ് നല്ലൊരു അടിപൊളി ന്യൂട്ടല്ല കുക്കി പൈ ഉണ്ടാക്കുന്നതെന്ന്. ഈ ഒരു റെസിപ്പിക്കായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ന്യൂട്ടല്ല തന്നെയാണ്. അപ്പോൾ ഞാനിതാ ഒരു കുപ്പി ന്യൂട്ടല്ല എടുത്തിട്ടുണ്ട്. ഒരു കുപ്പി ഫുള്ളൊന്നും വേണ്ട, ഇതിൽ നിന്ന് കുറച്ചേ വേണ്ടൂ. അപ്പം ആ ഒരു ന്യൂട്ടല്ലയിൽ നിന്ന് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഓരോ സ്പൂൺ വീതം കോരിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതിൽ കാണുന്ന പോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ന്യൂട്ടല്ല സ്പൂൺ കൊണ്ട് കോരിയെടുക്കുന്ന സമയത്ത് തീരെ കുറഞ്ഞു പോകണ്ട കേട്ടോ, കുറച്ച് കൂടുതൽ തന്നെ എടുക്കുക. ഒരു ടേബിൾ സ്പൂൺ വീതം ന്യൂട്ടല്ല എടുത്തിട്ട് ഇതുപോലെ ബട്ടർ പേപ്പറിൽ ആക്കി കൊടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കവറിലോ ആക്കിയിട്ട് വെച്ചാലും മതി. ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ പറ്റണം. നമ്മൾ ചോക്ലേറ്റൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കഴിക്കുന്നില്ലേ, അതുപോലെ ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ പറ്റണം. ഇതിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. നമ്മൾ ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റണം. അപ്പോൾ ഇതാ ഒരെണ്ണം ഞാൻ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഫ്രീസറിലേക്ക് കൊണ്ടുവെക്കാം. ഫ്രീസറിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായിട്ട് നമുക്ക് അടർന്ന് കിട്ടുന്ന ആ ഒരു രീതിയിൽ ആയിക്കോളും. അപ്പോൾ ആ ഒരു സമയം വരെ വെക്കുക. അപ്പോൾ ഞാൻ ന്യൂട്ടല്ല ഫ്രീസറിൽ വെച്ചിട്ട് ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കീസ് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു ഡ്രൈ ആയിട്ടുള്ള ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ അരക്കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സാധാരണ ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/4 കപ്പ് സാദാ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ബട്ടർ എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കുറച്ച് മുമ്പേ എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു ബട്ടറും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയും എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മുട്ടയും പഞ്ചസാരയും ബട്ടറും ഒക്കെ നന്നായിട്ട് മിക്സ് ആവണം. പിന്നെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചെറുതായിട്ട് ആ ഒരു ഇങ്ങനെ കടിക്കുന്ന ആ ഒരു ടൈപ്പിൽ കുക്കീസിന് ഉണ്ടായാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് മെൽറ്റാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ പഞ്ചസാരയും ബട്ടറും മുട്ടയും എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 250 ml കപ്പിന് 1/4 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ അളന്നിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആദ്യം സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് കൊടുത്താൽ മതി. നമ്മൾ ഇതിലേക്ക് പാലോ വെള്ളമോ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ മിക്സാക്കുന്ന സമയത്ത് നമുക്ക് തോന്നും വെള്ളം കുറവാണെന്ന്, പക്ഷേങ്കിൽ നന്നായിട്ട് കുഴച്ച് കഴിയുമ്പോൾ കറക്റ്റായിരിക്കും. അതുകൊണ്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ആ ഒരു മുട്ടൻ്റെ വെള്ളവും പിന്നെ ബട്ടറും ഒക്കെ മതി ഈ ഒരു കുക്കീസിന്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം ഡാർക്ക് ചോക്ലേറ്റ് ചിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഡാർക്ക് ഉള്ളത് കൊണ്ടാണ് ഡാർക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് ചോക്ലേറ്റ് ചിപ്പാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഏതായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം മിൽക്ക് ചോക്ലേറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 1/2 കപ്പാണ് രണ്ടും കൂടി ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇത് രണ്ടും ചേർക്കണം എന്നൊന്നുമില്ല, ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് കുക്കീസ് റെഡിയാക്കി എടുക്കാം. വെക്കുന്നില്ലെങ്കിൽ വെക്കണ്ട, പക്ഷേങ്കിൽ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലൊരു ഡോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതാ നമ്മൾ ഫ്രീസറിൽ വെച്ച ന്യൂട്ടലെല്ലാം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് അടർന്ന് കിട്ടണം കേട്ടോ, ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. നമുക്ക് കുക്കീസ് റെഡിയാക്കി എടുക്കാം. കുക്കീസിന് വേണ്ടിയിട്ടുള്ള ഡോ നമ്മൾ കുഴച്ച് വെച്ചിട്ട് 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചായിട്ട് ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. നമുക്കിപ്പോൾ 8 ന്യൂട്ടലിൻ്റെ ആ ഒരു ഇതല്ലേ ഉള്ളത്, അപ്പോൾ 8 ഉരുളകളാക്കി എടുത്താൽ മതി. എന്നിട്ടിതാ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ഒന്ന് പരത്തിയിട്ട് നടുവിലായിട്ട് ചെറിയൊരു കുഴി പോലെ ആക്കുക. എന്നിട്ട്
അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഫ്രീസാക്കി എടുത്ത ന്യൂട്ടല്ല ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഉരുളകളാക്കി എടുക്കുക. പിന്നെ ന്യൂട്ടല്ലൻ്റെ ആ ഒരു ഇത് ഒട്ടും പുറത്തൊന്നും കാണാത്ത രീതിയിൽ വേണം ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ഡോ എടുത്താൽ മതി. എന്നിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു ചെറിയൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്, 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം. കുറച്ച് ഡോ എടുക്കുക, എന്നിട്ട് ഒന്ന് ഉരുട്ടി പരത്തിയതിന് ശേഷം അതിൻ്റെ നടുവിൽ നമ്മൾ റെഡിയാക്കിയ ന്യൂട്ടല്ലൻ്റെ ആ ഒരു ഇത് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ന്യൂട്ടല്ല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ന്യൂട്ടല്ലക്ക് പകരം നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് അതും വെച്ച് കൊടുക്കാം, അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ 8 ഇതുപോലത്തെ ബോൾസാണ് റെഡിയാക്കി എടുത്തത്. അപ്പോൾ നമ്മൾ ന്യൂട്ടല്ലൻ്റെ ആ ഒരു ഇത് 8 എണ്ണമല്ലേ റെഡിയാക്കി എടുത്തത്. അപ്പോൾ 8 ബോൾസാണ് ഇതുപോലെ റെഡിയാക്കി എടുത്തത്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ബേക്കായി കഴിഞ്ഞിട്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ ഇട്ട് കൊടുത്താൽ. ചോക്ലേറ്റ് ചിപ്പെല്ലാം വെച്ചതിന് ശേഷം നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റാക്കിയ ഓവനിൽ ഇത് വെച്ചതിന് ശേഷം 150 ഡിഗ്രിയിൽ 12 to 15 മിനിറ്റോളം വെക്കുക. അപ്പോഴത്തേക്ക് ചെറുതായിട്ടൊരു ബ്രൗൺ കളറെല്ലാം ആയി നന്നായിട്ട് ബേക്കായി കിട്ടും. പിന്നെ താഴലും മുകളിലും കോയിൽ കത്തുന്ന രീതിയിലാണ് വെക്കേണ്ടത്. പിന്നെ ഓരോ ഓവൻ അനുസരിച്ചിട്ട് ചെറിയ ടൈമൊക്കെ വ്യത്യാസം ഉണ്ടാവും, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിതാ ഒരു 15 മിനിറ്റ് ആയപ്പോഴാണ് പുറത്തേക്ക് എടുത്തത്. ഇല്ലാത്തവർക്ക് പിന്നെ പാത്രത്തിൽ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. സാധാരണ കേക്കെല്ലാം ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെ ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം ഞാനിതൊന്ന് മുട്ടിയിട്ട് ഇതൊന്ന് കോരിയെടുക്കുന്നുണ്ട്. കണ്ട, ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മളിത് ഉണ്ടാക്കി പോകും. അഥവാ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ന്യൂട്ടല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ മിൽക്ക് ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. അതും നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ന്യൂട്ടല്ല ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കുകയൊന്നും വേണ്ട. ചോക്ലേറ്റ് വെച്ചിട്ടും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.